കൊല്ലത്ത് നിന്ന് പുതിയൊരു വാർത്ത വരികയാണ്. കൊല്ലത്ത് നിന്നും വാർത്തകളാണല്ലോ, പക്ഷെ ഒരു ഫോളോ അപ്പ് ഇല്ല. അടുത്ത ദിവസം നമ്മൾ ആ വാർത്ത ഫോളോ അപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴേക്കും പുതിയൊരു വാർത്ത പുറത്തു വരിക. അടിയാണോ ഇടിയാണോ വെട്ടാണോ കുത്താണോ അതേ കൊലപാതകമാണോ എന്താണ് ആ വാർത്ത? കൊല്ലംകാരെ ആക്ഷേപിക്കേണ്ട കാര്യം കൊല്ലംകാരനാണ്. അപ്പൊ ഇത് എവിടെന്നാ ഈ വാർത്ത വരുന്നത്? ഇരവിപുരത്ത് നിന്നാണ്. ഇരവിപുരം ഇത് എവിടെയായിട്ട് ഒരു പ്രദേശം? കൊല്ലം ഇരവിപുരം. കൊല്ലത്തിനോട് കുറച്ച് ഒരു 10 കിലോമീറ്റർ. ബോർഡർ അല്ല, ടൗണിൽ നിന്ന് കുറച്ചുകൂടെ തൊട്ടടുത്ത് തന്നെ ഇരവിപുരം എന്ന് പറയുന്നത്. ടൗൺ ആണോ ഗ്രാമപ്രദേശമാണോ എങ്ങനെയാണ്? ഗ്രാമപ്രദേശമാണ്. ടൗണിൽ നിന്ന് അത്തിരി അകത്തോട്ട് കയറുന്ന ഒരു പ്രദേശം. അപ്പൊ അടിയുടെ വെയിറ്റ് കൂടും. എന്താ വിഷയം? അവിടെ അരുൺകുമാർ എന്ന് പറയുന്ന 19 വയസ്സുകാരനെ പ്രസാദിന്റെ മകളുമായി ഇയാൾ സൗഹൃദത്തിലായിരുന്നു. അപ്പൊ പ്രണയത്തിലായിരുന്നു. അപ്പൊ സൗഹൃദമൊന്നും നമ്മൾ പൊതിഞ്ഞു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, പ്രണയത്തിലായിരുന്നു. നമ്മളിപ്പോ അങ്ങനല്ലേ പറയാം, ആൺസുഹൃത്ത്, പെൺസുഹൃത്ത് ഒന്നും വേണ്ട. യുവാവിനോടൊപ്പം കാറിൽ പെൺസുഹൃത്തും ഉണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെയാണല്ലോ വാർത്ത വരുന്നത്. ആ വാക്കിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സദാചാര എന്താ പറയാ വൃത്തികെട്ട സദാചാരമായിട്ടുള്ള ഒരു ഇതുള്ളത്. നമുക്ക് അതാ വാക്ക് വേണ്ട. പ്രണയത്തിലായിരുന്നു. മനുഷ്യന്മാരല്ലേ, പ്രണയിക്കാല്ലോ. എന്താ പ്രശ്നം? 19 വയസ്സുള്ള ആള് പ്രണയിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ആ പ്രായത്തിൽ 19 വയസ്സിൽ പ്രണയിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ പ്രണയിക്കാം? അല്ല, 19 വയസ്സിൽ പ്രണയിച്ചില്ലെങ്കിൽ, കൗമാര സമയത്ത് പ്രണയിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് ശാരീരികമായും മാനസികമായും എന്തോ പ്രശ്നമുണ്ട് വളർച്ചയ്ക്ക് എന്നാണ് പുതിയ പഠനമാണ്. സ്ത്രീകളെ പ്രണയത്തിലൂടെ അവരെ അപ്രോച്ച് ചെയ്യാൻ കഴിയാത്തതും ആവാമല്ലോ. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒരു സ്ത്രീകളെ എങ്ങനെ അവരുടെ പ്രണയം അവരോട് തുറന്നു പറയണമെന്ന് അറിയാത്ത ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴും പ്രണയം തുറന്നു പറയാൻ വലിയ പാടൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചത് ഐ ലവ് യു. അതെ, വാട്സപ്പ് ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കാറുണ്ടല്ലോ. അതെ, ഞാനൊക്കെ അത് പറയാനായിട്ട് ആ സമയത്ത് എനിക്ക് ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാമോ. പക്ഷെ എങ്കിലും ധൈര്യം സമ്പാദിച്ച് ഞാൻ പോയി പറഞ്ഞു. പിന്നെ ഞാൻ അത് ഓക്കെ ആയി. ഞാൻ അതൊക്കെ അങ്ങനെ പോയി. വരാം, നമുക്ക് വേറെ ദിവസം ചർച്ച ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ പ്രസാദിന്റെ മകളെ ഇവര് സുഹൃത്തുക്കളാണ്. പ്രസാദ് പറഞ്ഞു വിലക്കുന്നുണ്ട്, നിരവധി തവണ അരുൺകുമാറിനെ പറഞ്ഞു വിലക്കുന്നു. പക്ഷെ അരുൺ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പ്രസാദ് മകളെ വേറൊരു ബന്ധുവീട്ടിലാക്കുന്നു. എന്നിട്ടും അരുൺ അവിടെ ചെല്ലുന്നു. അവർ തമ്മിൽ വാക്കുതർക്കമാവുന്നു. അപ്പോൾ അരുൺ അവിടെ ഇരുന്നിട്ട് ഒരു പ്രസാദ് കത്തി എടുത്തിട്ട് അരുണിനെ കുത്തുകയാണ്. നെഞ്ചിലാണ് കുത്തേറ്റത്. അരുൺ, അതായത് ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ഈ അരുൺ വന്നു. എവിടെ വന്നു? ബന്ധുവീട്ടിൽ. എപ്പോഴാണ് വന്നത്? ആ സമയത്താണോ? ഇത് ഒരു വൈകുന്നേര സമയത്താണ് വരുന്നത്. അപ്പോ പ്രസാദ് പ്രകോപിതനായി കത്തികൊണ്ട് പറഞ്ഞു വിലക്കിയിട്ടും പിന്നെയും വന്നു എന്നുള്ളതാണ്. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ജോണേട്ട രണ്ടുണ്ട് വിഷയങ്ങൾ. ഒന്നാമത് പ്രസാദിന്റെ ഈ കൊല്ലപ്പെട്ട അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രണയം. രണ്ടാമത് പ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു മനസ്ഥിതി. രണ്ടുണ്ട് വിഷയം. നമുക്ക് രണ്ട് ഭാഗത്തുനിന്ന് സംസാരിക്കാൻ തീർച്ചയായിട്ടും ഇല്ലേ? ഇപ്പൊ പ്രസാദ് എന്ന് പറയുന്ന അച്ഛന്റെ മനസ്ഥിതി വെച്ച് നോക്കുമ്പോൾ അയാളുടെ മകളുടെ പുറകെ നടക്കുന്ന അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രസാദിന് ഇഷ്ടപ്പെടുന്നില്ല. ഇയാളുടെ കൂടെ 19 വയസ്സേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ 19 വയസ്സിൽ പ്രണയിച്ചില്ലെങ്കിൽ ഇപ്പൊ പ്രണയിക്കും എന്ന് നമ്മൾ പറയുമെങ്കിലും ഈ 19 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ കുഴിയിൽ ചാടാനുള്ള സാധ്യതകൾ ഉള്ളത്. 19 വയസ്സിലാണില്ലേ? ഇപ്പോ ഒരു അച്ഛൻ ഒരു മകളെ ഒരിക്കലും 19 വയസ്സിൽ നീ പോയി പ്രണയിച്ചോ മകളെ എന്ന് പറയില്ല. ഒരു ജോലിയൊക്കെ ആയി ഒരു 10-25 വയസ്സായി കഴിഞ്ഞ ശേഷമാണ് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ പ്രസാദ് സ്വന്തം മകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഈ പ്രസാദ് കൊല്ലപ്പെട്ട അരുൺകുമാർ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രസാദിന്റെ മകൾക്കും അരുൺകുമാറിനോട് പ്രണയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരിക്കലും ഈ ഉപദ്രവിക്കണം എന്ന ഇന്റൻഷനോടുകൂടി ചെല്ലാനായിട്ട് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അവന് വീട്ടിലേക്ക് ഒരിക്കലും ചെല്ലത്തില്ല. നമ്മൾ ഈ കേസുകളൊക്കെ കാണുന്നതാണ്. ഈ സ്ഥലങ്ങളിൽ നടു റോഡിൽ അങ്ങനെയൊക്കെയാണ് അവര് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനത്തെ വിഷയങ്ങൾ. അപ്പോൾ ഇപ്പൊ നിലവിൽ മനസ്സിലാക്കുന്നത് പ്രസാദിന് അരുൺകുമാറിനെ താല്പര്യമില്ലായിരുന്നു. പോരാത്തവന് പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ പ്രണയിച്ച് നടക്കുന്നതിനോട് തീരെ താല്പര്യമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പ്രസാദ് ചെയ്ത ഈ കൊലപാതകം ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് മകളുടെ സുഹൃത്തായ 19-കാരനെ വാക്ക് തർക്കത്തിനിടയിലാണ് ഇയാൾ കുത്തിക്കൊലപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. അതെ, ഇരവിപുരത്താണ് ഇത് നടക്കുന്നത്. ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇയാൾ തന്നെ പോയി കീഴടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ വാക്ക് തർക്കത്തിനിടയിൽ ഒരു അബദ്ധം പറ്റിയതും ആവാം, ഇല്ലേ? ഒരു അബദ്ധം പറ്റിയതാകാനുള്ള സാധ്യതയുണ്ട് വാക്ക് തർക്കത്തിനിടയിൽ. അപ്പോ പ്രസാദും അരുൺകുമാറും തമ്മിൽ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വരട്ടാനായിട്ട് ചിലപ്പോൾ, പക്ഷെ അതുപോലും തെറ്റാണ്. കാരണം ഇത് ഇങ്ങനെ ഡീൽ ചെയ്യേണ്ട ഒരു കേസല്ല. 19 വയസ്സായിട്ടുള്ള ഒരു ചെറുക്കന്റെ നേരെ ഇയാൾ കത്തിയെടുത്ത് കാട്ടുമ്പോൾ അത് അങ്ങനെയാണോ അത് ഡീൽ ചെയ്യേണ്ടത്?
വേറെ എന്തൊക്കെ വഴികളുണ്ട് ഇത് ഡീൽ ചെയ്യാനായിട്ട് ഇല്ലേ? പുള്ളിക്കാരൻ്റെ വീട്ടിൽ സംസാരിക്കാം, മകളെ പറഞ്ഞ് മനസ്സിലാക്കാം, മകൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, എല്ലാത്തിനും അവസാനം നിയമപരമായിട്ടുള്ള വഴി തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ ഈ കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് ഫാസിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ ആരുടെയെങ്കിലും കൂടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വിടാതെ വേറെ നിവൃത്തിയില്ല, നിയമം അങ്ങനെ പോയി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് മനസ്സിലായില്ലേ, ഇങ്ങനൊരു സംഭവം അതിനകത്തുള്ളത് കൊണ്ട് ഇതാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ ഒരിക്കലും ഈ പ്രണയത്തിനെതിരല്ല. 19 വയസ്സിലോ 16 വയസ്സിലോ 20 വയസ്സിലോ എപ്പോൾ വേണമെങ്കിലും, എന്തിനാ 60 വയസ്സിലോ നിങ്ങൾക്ക് പ്രണയിക്കാം. പക്ഷേ ഈ പാകമാകാതെ പ്രണയിക്കുന്നുണ്ടല്ലോ, ആ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കുഴിയിൽ കൊണ്ട് ചാടും. മാനസിക പക്വത. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 16 വയസ്സിൽ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഹീറോ ആരാണ്? 16 വയസ്സിൽ ബസ് കണ്ടക്ടർ. അല്ല, 18 വയസ്സാകുമ്പോൾ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ, ഒരു 20-21 വയസ്സാകുമ്പോൾ PTA സാറ് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന സാറ്. അത് നമ്മുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് മെച്ചുവേർഡ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഒരുപാട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടായി. പക്ഷെ ഇയാൾ ഈ നടത്തിയ ക്രൂരകൃത്യം നമുക്കെന്താണ് പറ്റില്ല. പക്ഷെ ഈ പ്രശ്നം സംസാരിക്കാനായി ഈ അരുൺകുമാറിനെ പ്രസാദ് വിളിച്ചു വരുത്തി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രസാദ് വിളിച്ചു വരുത്തിയതാണ്. പ്രസാദ് അരുൺകുമാറിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പേട്ടയിലെ കൊലപാതകമാണ്. പേട്ടയിലെ കൊലപാതകത്തിലും ഇതുപോലെ മകളുടെ കാമുകനെ അച്ഛൻ, അന്ന് സൈമൺ എന്നായിരുന്നു അയാളുടെ പേര്, സൈമൺ ലാലു കൊലപ്പെടുത്തുകയായിരുന്നു. വലിയ വിഷയമായിരുന്നു. പേട്ടയിൽ പോലീസുകാർ ഭീകരമായിട്ട് തമ്പടിച്ചു. മാധ്യമങ്ങൾ ഒരു സമയത്ത് അവിടെ തന്നെയായിരുന്നു. സൈമൺ ലാലു കൊലപ്പെടുത്തുന്നത് ഇയാള് ഈ വീട്ടില് സ്വന്തം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച്, മകൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ അധ്വാനിച്ച് വീട്ടില് ഒരു വീടൊക്കെ വെച്ച് ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് വീട്ടില് സ്വസ്ഥമായിട്ടിരിക്കാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കാണാം, ഒരു ദിവസം രാത്രി മകളുടെ റൂമിൽ നിന്നൊരു ഒച്ച. അപ്പൊ അതിനകത്ത് പോയി നോക്കിയപ്പോൾ മകളുടെ ആൺ സുഹൃത്തും മകളും റൂമിലുണ്ട്. ഇയാൾക്ക് സഹിച്ചില്ല, ഇയാൾ കത്തിയെടുത്ത് ഒറ്റ കുത്ത് വെച്ച് കൊടുത്തു. അത് ഒറ്റ കുത്ത്, കറക്റ്റ് ഒറ്റ കുത്തിയതോടുകൂടി ആ ചെക്കൻ അങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ചെക്കൻ വീട്ടിലേക്ക് കയറി വന്നതൊക്കെ അന്ന് അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടി വിളിച്ചിട്ടാണ് ചെക്കൻ വന്നത് എന്നാണ് ഈ മരിച്ചുപോയ ചെക്കൻ്റെ വീട്ടുകാർ പറയുന്നത്. അത് പോലീസ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് ശരി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവര് ഈ ചെക്കൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഈ പെൺകുട്ടിയുമായിട്ട് 1.5 മണിക്കൂർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വിഷയമുണ്ട്. ഇത് സൈമൺ ലാലുവിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് വേറൊരു കാര്യം. ഇങ്ങനെ ഇതുപോലെ തന്നെയായിരുന്നു സമാനമായിട്ടുള്ള കേസ്. ഇയാൾക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പൊ പ്രസാദിന് അരുൺകുമാറിന്റെ കാര്യം അറിയാമെന്നുള്ളതുപോലെ സൈമൺ ലാലുവിന് ഈ കേസ് അറിയാമായിരുന്നു. ഇയാൾ പറഞ്ഞു വിലക്കിയിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇയാൾ ഈ റൂമിനകത്ത്, അതായത് ഇയാൾ കാണുന്നതിനും 2 മണിക്കൂർ മുമ്പ് ഇവർ റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് ആ സമയത്ത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്, പോലീസും പറയുന്നത്. റൂമിലുണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്ക് ഇത് കണ്ടപ്പോൾ, ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെൺകുട്ടി, സ്വന്തം വീട്, ഒരു അന്യ പുരുഷൻ, അത് രാത്രി ഒരു 2 മണിക്കാണ് 2 മണിക്കാണ് ഇവരെ കാണുന്നത്. കണ്ടപ്പോൾ ഇയാൾക്ക് കയ്യിൽ നിന്ന് പോയി. പെട്ടെന്ന് കണ്ടപ്പോൾ അയാൾക്ക് കയ്യിൽ നിന്ന് പോയി, നിയന്ത്രണം വിട്ട് അയാൾ എന്ത് ചെയ്തു, കത്തിയെടുത്ത് ഒറ്റ കുത്തു വെച്ചു കൊടുത്തു. അപ്പൊ ഇയാളുടെ ഭാര്യ അടക്കം ഇയാളെ വന്ന് പിടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വലിയ ഒരു കേസായിരുന്നു. അപ്പൊ സമാനമായിട്ടുള്ള പിന്നെ നമ്മള് ഇതുപോലെ വേറൊരു കേസ് നമ്മൾ കേട്ടത്, അന്ന് ഒന്നും പറ്റിയില്ല, പക്ഷെ അടി കൊടുത്ത് വിട്ട ഒരു കേസ്. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ രാത്രി സുഹൃത്തിന് ബർത്ത്ഡേക്ക് കേക്കുമായിട്ട് പോയിട്ട്, ഓർമ്മയുണ്ടോ? കേക്കുമായിട്ട് പോയിട്ട്, അതായത് ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഈ കേക്കുമായിട്ട് ചെന്ന് മതിലിൽ കയറിയപ്പോ തന്നെ 2-3 കൈകൾ വന്ന് പിടിച്ചു വെച്ച് കിട്ടും. പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല സാറേ, ഒരു ഇടിയും പുകയും മാത്രമേ ഓർമ്മയുള്ളൂ. അതായത് ഈ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ഈ കൈലിക്കകത്ത് വെച്ച് കെട്ടിയിട്ട് ആ തേങ്ങ വെച്ച് മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഈ നനകല്ലില് തുണി അടിക്കുന്നത് പോലെ, അതായത് നനകല്ലായിട്ട് എന്റെ കുറുക്കാണ്, എന്റെ പുറമാണ് അവർ സങ്കല്പിച്ചത്. അടിക്കും പോലെ ആയിരുന്നു. ആ ചെക്കനെ കണ്ടോ, ദേഹം മുഴുവൻ ചതഞ്ഞൊരു വല്ലാത്തൊരു പരിപാടി പോയി. അന്ന് ആ ചെക്കന്റെ പരിപാടി അങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് ഈ പെൺകുട്ടിയാണ്. അപ്പൊ ആ ചെക്കന് ഇപ്പൊ സംശയം എന്ന് പറഞ്ഞാൽ ഇവളും കൂടെ അറിഞ്ഞുകൊണ്ടാണോ അല്ലാതെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെക്കൻ്റെ അടുത്ത് നിന്നും സമാനമായിട്ടുള്ള സിറ്റുവേഷൻ. ഈ ചെക്കൻ്റെ അടുത്ത് നിന്നും ഈ കാണാതിരിക്കാൻ വേണ്ടി പെൺകുട്ടിയെ വേറെ ബന്ധു വീട്ടിൽ താമസിച്ചിരിക്കാൻ, അപ്പോഴാണ് കേക്കും കൊണ്ട് ആ ബന്ധു വീട്ടിലേക്ക് ഇയാൾ മറ്റേ നമ്മുടെ മീശ മാധവനില് സരസു എന്ന് വിളിച്ചോണ്ട് നമ്മുടെ ഭഗീരഥപിള്ള വരുന്നത് പോലെ വന്നത്, അടി കിട്ടി പദമായി. അപ്പൊ ഇത് ആദ്യത്തെ കേസൊന്നുമല്ല,
ഒരുപാട് കേസുകൾ ഇതുപോലെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഈ കേസുകളെല്ലാം ഇതെങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളതിലും അതാണ് ഈ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയം. ഇത് ഡീല് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. ഇത് നിയമപരമായിട്ട് ഡീൽ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമത്തിന്റെ സഹായം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ഓപ്ഷൻ, അല്ലേ? നമ്മുടെ കയ്യിൽ ഒരു കാര്യം നിൽക്കുന്നത്, ഇപ്പൊ ജോണേട്ടന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അപ്പുറത്ത് റോഡിൽ ഇറങ്ങി പബ്ലിസിറ്റി ചെയ്യും? ഇല്ല, നമ്മളത് നിയമത്തിന്റെ വഴി പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പോലീസ് ഉണ്ട്, അപ്പൊ അവര് പറയും എന്താണ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യമെന്ന് അവര് പറയും. ചിലതിൽ പോലീസുകാർ സഹായിക്കും, പോലീസുകാർ സഹായിച്ച് വേണമെങ്കിൽ തട്ടിക്കളയുക ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മുടെ കെവിന്റെയും നീനുവിന്റെയും വിഷയമൊക്കെ വന്നത്, ദുരഭിമാന കൊല. അതിൽ അവർക്ക് നല്ല ഹോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കെവിൻ നീനു പ്രണയത്തിലാണ്, അങ്ങനെ പ്രണയത്തിലായപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. അവര് ഉയർന്ന ജാതി, ഈവൻ താഴ്ന്ന ജാതി, കെവിൻ താഴ്ന്ന ജാതി, അങ്ങനെ പോലീസ് അടക്കം കൂട്ടുനിന്നുകൊണ്ടാണ് കെവിനെ തല്ലിക്കൊന്ന് അഴുക്ക് ജാലിലേക്ക് തട്ടുന്നത്. അത് തോട്ടിലാണെന്ന് തോന്നുന്നത്, തോട്ടിലേക്ക് തട്ടുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പം പക്ഷെ മാന്യമായിട്ട് ഇതിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് കൃത്യമായിട്ട് അവര് പറഞ്ഞു തരും. അപ്പൊ അതല്ലാതെ ഇതിൽ വേറൊരു ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതൊരു ലൂപ്പ് പോലെയാണ്. സമൂഹത്തിൽ എപ്പോഴും പ്രണയം ഉണ്ടാകും. പ്രണയം ഉണ്ടാകുന്ന ആൾക്കാർ ഒരു ജാതിയിലുള്ള ആളെ തന്നെ പ്രണയിച്ചു കൊള്ളണമെന്നില്ല. വേറെ കാസ്റ്റിലായിരിക്കും, വേറെ മതത്തിൽപ്പെട്ട ആളെ പ്രണയിക്കും. അതൊക്കെ ജെന്യുവിൻ ആയിരിക്കാം, ചിലത് ജെന്യുവിൻ അല്ലാതിരിക്കാം, ചിലത് പൈസ മോഹിച്ചായിരിക്കാം, ചിലത് ശരീരം മോഹിച്ചായിരിക്കാം, അങ്ങനെ പലതുമായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പൊ ഇത് എല്ലാത്തിലും എക്സെപ്ഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ചിലത് വളരെ ജെന്യുവിൻ ആയിരിക്കും, ചിലത് വളരെ ജെന്യുവിൻ ആയിട്ടുണ്ടെങ്കിൽ അച്ഛന്മാർ എന്ത് പറയുമെന്ന് അറിയാമോ? വളരെ അച്ഛന്മാർ പറയും, എടാ ശരി പ്രണയമൊക്കെ ശരി, നീ പോയി നല്ലൊരു ജോലി മേടിച്ചിട്ട് വാ എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ പോയി നല്ലൊരു ജോലി മേടിച്ചിട്ട് വാ, അപ്പോഴും നിങ്ങളുടെ പ്രണയം ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ കെട്ടിച്ചു തരാം എന്നല്ലേ. എൻ്റെ ഒരു സുഹൃത്ത് പോയി, അവർ രണ്ട് ജാതിയാണ്, അതായത് ഇദ്ദേഹം നായരും മറ്റേത് വേറെ കാസ്റ്റുമാണ്, ഉയർന്ന കാസ്റ്റാണ്. നായരും ഉയർന്ന കാസ്റ്റും, നായരും നമ്പൂതിരി. അപ്പോ അവിടെ പിന്നെ എന്നാ പ്രശ്നം? യാതൊരു കാരണവശാലും ഇവർ സമ്മതിക്കുന്നില്ലല്ലോ, ഇദ്ദേഹം ചെന്ന് നേരിട്ട് സമ്മതിക്കില്ല. അതെ, ഇത് ഒരു വിചാരമാണ്. അത് നായര്, അത് കാസ്റ്റ് സിസ്റ്റത്തിന് ഏറ്റവും വലിയ വൃത്തികെട്ട എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ബ്രാഹ്മണർക്ക് നായരുടെ വീട്ടിൽ നിന്ന് പെണ്ണ് ആലോചിക്കില്ല, അപ്പൊ നായർ അവിടെ താഴ്ന്നു. നായര് ഈഴവന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് ആലോചിക്കില്ല. ഈഴവൻ അയ്യോ നമുക്ക് എല്ലാവരും മനുഷ്യന്മാരാണ്, മനസ്സിലായി? എല്ലാവരും മനുഷ്യന്മാരാണ്. അല്ല, അവൻ ഡയറക്റ്റ് എന്ന് ചോദിച്ചു. ചോദിച്ചിട്ട് എന്തായി? എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമാണ്, കല്യാണം കഴിപ്പിച്ചു തരണം. അവന്റെ ധൈര്യത്തിനകത്ത് അവർ വീണു. ധൈര്യത്തിൽ വീണു. കാരണം അവൻ അത്രയും ധൈര്യത്തോടെ വന്ന് ചോദിക്കുകയല്ലേ, ആരും വേറെ ആരും കൂട്ടിനില്ല, അവൻ ഒറ്റയ്ക്ക്. പക്ഷെ ഇതൊന്നും ധൈര്യമല്ലേ, ഇത് മറ്റേ പേട്ടയിലായിരുന്നാലും രാത്രി ഒളിച്ചു വരിക, അതൊക്കെ പകൽ വെളിച്ചത്തിൽ ചെല്ലുക, പകൽ വെളിച്ചത്തിൽ ചെന്ന് സംഭവം മാറുകയാണ്. കുടുംബത്തിൽ കയറി ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ പ്രണയമുണ്ട്, നിങ്ങളെ വിവാഹം ചെയ്യാൻ തയ്യാറാണോ, എനിക്ക് ഇന്ന ജോലിയുണ്ട്, എന്റെ വീട് ഇവിടെയാണ്, എന്റെ അച്ഛനുണ്ട്, അഡ്രസ് ഉള്ളവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് ആലോചിക്കാൻ പോന്നെ എന്ന് പറഞ്ഞവര് വിടും. അതെ.